Good morning, students. So today we have learning the 11th lesson. മിസ് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ 3 ലെസൺസ് എക്സാമിനില്ല, പക്ഷേ മിസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം 9 10 നമ്മൾ നേരത്തെ കംപ്ലീറ്റ് ചെയ്തു. ഇന്നിപ്പം 11th ലെസണാണ് പഠിക്കുന്നത്. ഇന്ത്യൻ വില്ലേജസ്, പേജ് നമ്പർ 68 ആണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് മിസ് വായിക്കുമ്പോൾ ലൈൻ ബൈ ലൈൻ പോവുക. ഫസ്റ്റ്, ഗെറ്റ് സെറ്റ്. റൈറ്റ് എ ഫ്യൂ തിങ്സ് ദാറ്റ് മേക്ക് യുവർ ലൈഫ് കംഫർട്ടബിൾ. അതായത് നമ്മുടെ ലൈഫ് സ്മൂത്തായിട്ടല്ലേ കംഫർട്ടബിളായിട്ട് പോകാൻ വേണ്ട കുറേ കാര്യങ്ങൾ, കുറേ ബ്ലാങ്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം എന്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കംഫർട്ടബിളായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ ഫുഡ് വേണം, വാട്ടർ വേണം, അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് ഇപ്പം ഒരുപാട് TV അങ്ങനെ കുറേ ഡിവൈസസിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലേ? മൊബൈൽ ഫോൺസ്. അപ്പം ഇതിനൊക്കെ എന്ത് വേണം? ഇലക്ട്രിസിറ്റി വേണം. അപ്പം അതൊരു നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. ഇപ്പം ഇലക്ട്രിസിറ്റി ഇല്ലാതെ നമുക്ക് കുറച്ച് ദിവസം ജീവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ എല്ലാവരും അതുമായിട്ട് യൂസ്ഡ് ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ, വെഹിക്കിൾസ്, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ വെഹിക്കിൾസ് വേണം. അപ്പോൾ 6 തിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ജീവിക്കാൻ എന്തൊക്കെ വേണം, ഓരോരുത്തരും അവരവരുടെ രീതിയിൽ എന്താണെന്ന് വെച്ചാൽ അതവിടെ എഴുതാം. ഓക്കെ, so how do you feel if you were told to live without them for a few days? Discuss in class. അതായത് നിങ്ങൾക്കിപ്പോൾ ഈ മേളിൽ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, അതില്ലാതെ നിങ്ങൾ കുറേ നാൾ ജീവിക്കേണ്ട വന്നാൽ എന്തായിരിക്കും, നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും? നമുക്കറിയാം ഇലക്ട്രിസിറ്റി ഇല്ല, അല്ലെ വാട്ടർ ഇല്ല, ഫുഡില്ല, നമുക്ക് ജീവിക്കാൻ പറ്റുമോ കുറേ കാലം? ഇല്ല. അതുപോലെ ക്ലോത്തിങ്, അങ്ങനെ 6 തിങ്സ് നിങ്ങൾക്ക് എഴുതാം അവിടെ. ഓക്കെ, ഈ ലെസണിലോട്ട് പോവാണ്. എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ലിവ് ഇൻ വില്ലേജസ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ കുറേ ആൾക്കാരും എങ്ങനെയാണ് വില്ലേജസിലാണ് താമസിക്കുന്നത്. ദെയർ ലൈഫ് ഈസ് ക്വയറ്റ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് പീപ്പിൾ ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ്. ഇനി വില്ലേജസിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ ലൈഫെന്ന് പറഞ്ഞാൽ ഈ ടൗണിലും സിറ്റീസിലും ഒക്കെ ജീവിക്കുന്ന ആൾക്കാരിൽ നിന്നും ഒത്തിരി ഡിഫറെൻ്റാണ്. വില്ലേജസ് ദെൻ, പീപ്പിൾ ലിവിങ് ഇൻ വില്ലേജസ് ഫേസ്ഡ് മെനി പ്രോബ്ലംസ്. ദിസ് വാസ് ബിക്കോസ്, അതായത് വില്ലേജസിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനി എന്തുകൊണ്ടാണ് അവർക്ക് ഈ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഓരോ പോയിൻറ്റ്സ് ആയിട്ടുണ്ട്. പീപ്പിൾ ലീവ്ഡ് ഇൻ കച്ച ഹൗസസ് ബിൽറ്റ് ഓഫ് മഡ് ആൻഡ് സ്ട്രോ. നമുക്ക് കണ്ട താഴെ കാണാം. അതായത് കച്ച ഹൗസ് എന്ന് പറഞ്ഞാൽ ഈ ചെളിയൊക്കെ തേച്ച്, ഇപ്പോൾ സിമെൻ്റൊന്നുമില്ല, പിന്നെ മേളിൽ പുല്ലിൻ്റെയൊക്കെ ഒരു മേൽക്കൂര പോലെ ഉണ്ടാക്കിയ നമ്മൾ കുടിലെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ കച്ച ഹൗസസിലാണ് വില്ലേജസിലുള്ള ആൾക്കാർ താമസിക്കുന്നത്. അതാണ് ഒരു റീസൺ. അവർക്ക് ഒരുപാട് പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. ദെയർ വെയർ നോ പക്ക റോഡ്സ്. അതായത് ടാറിട്ട റോഡുകളൊന്നുമില്ല, മണ്ണുള്ള റോഡുകൾ മാത്രമേ ഉള്ളൂ. ദെയർ വെയർ നോ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് അതർ ദാൻ ബുള്ളോ കാർട്ട്സ്. ഇനി അവർക്ക് എവിടെയെങ്കിലും യാത്രയൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് മാത്രമേ ഉള്ളൂ? ബുള്ളോ കാർട്ട്സ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ദെർ വാസ് നോ സപ്ലൈ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. ഇനി വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് അവർക്ക് വാട്ടറിൻ്റെ സപ്ലൈ ഒന്നുമില്ല. ആൻഡ് പീപ്പിൾ ഹാഡ് ടു വാക്ക് ലോങ് ഡിസ്റ്റൻസസ് ടു ഫെച്ച് വാട്ടർ. കണ്ടോ, അവിടെ നമുക്ക് കാണാൻ പറ്റും സ്ത്രീകൾ അവരുടെ കുടവും പിന്നെ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് വെള്ളം കളക്ട് ചെയ്യാൻ കുറേ ദൂരെ പോകും. അന്ന് വാട്ടർ സപ്ലൈ ഒന്നുമില്ല. മെനി വില്ലേജസ് ഹാഡ് നോ ഇലക്ട്രിസിറ്റി. എന്തില്ല? മിക്കവാറും വില്ലേജസിലൊന്നും ഇലക്ട്രിസിറ്റി ഇല്ല. ദെയർ വെയർ നോ ഹോസ്പിറ്റൽസ്. ഇത്രയായിരുന്നു അന്നത്തെ വില്ലേജസിലെ സിറ്റുവേഷൻ. അതായത് കച്ച ഹൗസ് ആയിരുന്നു, പക്ക റോഡ്സ് ഒന്നുമില്ല, അവർക്ക് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ബുള്ളോ കാർട്ട്സേ ഉള്ളൂ, ഡ്രിങ്കിങ് വാട്ടറിൻ്റെ സപ്ലൈ ഇല്ല. ഇനിയും അവർക്ക് ദൂരെ എന്ത് ചെയ്യണം? വെള്ളം എടുക്കാനായിട്ടൊക്കെ പോകണം. നോ ഇലക്ട്രിസിറ്റി ആൻഡ് ദെയർ വെർ നോ ഹോസ്പിറ്റൽസ്. സോ ദാറ്റ് ഈസ് ദ കണ്ടീഷൻസ് ഓഫ് ദ വില്ലേജസ് ദെൻ. അപ്പോൾ അന്നത്തെ വില്ലേജസ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇനി വില്ലേജസ് നൗ, ഇന്ന് എങ്ങനെയാണ്? ഓവർ ദ ഇയേഴ്സ് ലൈഫ് ഇൻ വില്ലേജസ് ഹാസ് ഇംപ്രൂവ്ഡ്. ഇന്ന് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് അവർ ലൈഫ്. മെനി പീപ്പിൾ ലീവ് ഇൻ പക്ക ഹൗസസ്. കൂടുതലും ആൾക്കാർക്ക് ഇപ്പം എന്താണ്? വാർത്ത വീടൊക്കെയാണ്. ദെയർ ആർ പക്ക റോഡ്സ് ദാറ്റ് കണക്ട് വില്ലേജസ് ടു അതർ വില്ലേജസ്, ടൗൺസ് ആൻഡ് സിറ്റീസ്. ഇനി നമുക്കറിയാം ഇന്നത്തെ റോഡുകളെന്ന് പറഞ്ഞാൽ ടാറിട്ട റോഡാണ്. അത് വില്ലേജസിനെ കണക്ട് ചെയ്യും, അല്ലെ നമുക്ക് ടൗണിൽ പോകണമെങ്കിൽ ടൗണുമായിട്ട് കണക്ട് ചെയ്യുന്ന റോഡൊക്കെ ഉണ്ട്, അല്ലേ? നമ്മളിപ്പം വില്ലേജസിലൊക്കെ താമസിക്കുകയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ എല്ലായിടത്തും എന്തുണ്ട്? നല്ല ടാറിട്ട റോഡുകളൊക്കെ ഉണ്ട്. മോസ്റ്റ് വില്ലേജസ് ഗെറ്റ് എ റെഗുലർ വാട്ടർ സപ്ലൈ. കൂടുതൽ വില്ലേജസിൽ എന്തുണ്ട്? പൈപ്പ് ലൈനൊക്കെ ഉണ്ട്, വാട്ടർ സപ്ലൈ ഉണ്ട്. ഹാൻഡ് പമ്പ്സ് ഹാവ് ബീൻ ഇൻസ്റ്റാൾഡ് ഇൻ മെനി വില്ലേജസ്. ഇനിയും ഇതുപോലുള്ള ഹാൻഡ് പമ്പൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ സ്ഥലത്തൊക്കെ ഉണ്ട്, വില്ലേജസിൽ പല സ്ഥലത്തായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി മോസ്റ്റ് വില്ലേജസ് ഹാവ് ഇലക്ട്രിസിറ്റി.
ഇപ്പോൾ എന്തുണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട് എല്ലായിടത്തും. സ്കൂൾസ് ആൻഡ് ഹെൽത്ത് സെൻറ്റേഴ്സ് ഹാവ് ബീൻ സെറ്റപ്പ്. ഇനി സ്കൂളുകളുണ്ട്, ഹെൽത്ത് സെൻറ്ററുണ്ട്. ഫാമേഴ്സ് ആർ ബീങ് എഡ്യൂക്കേറ്റഡ് ഇൻ ന്യൂ ടെക്നിക്സ് ഇൻ ഫാമിംഗ്. അതുപോലെ തന്നെ ഫാമിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഡെവലപ്ഡ് ആയിട്ടുണ്ട്. നേരത്തെ ബുള്ളോ കാട്ടിൻ്റെ പ്ലേസിൽ ഇന്നിപ്പോൾ എന്തുകൊണ്ട് ട്രാക്ടറൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒത്തിരി ടെക്നിക്സൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് ഫാമിങ്ങിന്. ദീസ് ഹാസ് ഇൻക്രീസ്ഡ് ക്രോപ്പ് പ്രൊഡക്ഷൻ. അപ്പം അത് എന്ത് ചെയ്യും, അവർക്ക് ഒത്തിരി ക്രോപ്പ് പ്രൊഡക്ഷനും അത് ഒത്തിരി വിളവ് കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അഡൽട്ട്സ് ആർ ലേണിംഗ് ഹൗ ടു യൂസ് കമ്പ്യൂട്ടേഴ്സ്. ഇന്നത്തെ കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ ഹൈ ലെവൽസിലൊക്കെ, അതായത് ഒത്തിരി IT ഫീൽഡിലൊക്കെ കമ്പ്യൂട്ടർ അങ്ങനെയൊക്കെ എല്ലാം പഠിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് അറിവുകളും അല്ലെങ്കിൽ ഒത്തിരി ടെക്നോളജിയൊക്കെ ഇപ്പം വളർന്നിട്ടുണ്ട്. അതാണ് ഇന്നത്തെ വില്ലേജസ്. ഈ ഫാക്ട് വൈസ് എന്നും പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. മോലിൻലോങ്, അതായത് മേഘാലയയിലെ ഒരു സ്ഥലമാണ്. മോലിൻലോങ് എ വില്ലേജ് ഇൻ മേഘാലയ ഈസ് വൺ ഓഫ് ദ ക്ലീനസ്റ്റ് വില്ലേജ് ഇൻ ഏഷ്യ. നമ്മുടെ ഏഷ്യയിലെ തന്നെ ഒരു ക്ലീനസ്റ്റ് വില്ലേജാണ് മേഘാലയയിലെ മോലിൻലോങ്. വേസ്റ്റ് ബാസ്ക്കറ്റ്സ് ആർ കെപ്റ്റ് എവരിവെയർ. എല്ലായിടത്തും വേസ്റ്റ് ബാസ്ക്കറ്റ് ഇതേ നമുക്കവിടെ കാണാൻ പറ്റും. കെപ്റ്റ് എവരിവെയർ, പീപ്പിൾ ത്രോ വേസ്റ്റ് ഇൻ ദീസ് ബാസ്ക്കറ്റ്സ്. അപ്പം റോഡിലൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ഇത് വെച്ചേക്കുന്നതുകൊണ്ട് ആൾക്കാരൊന്നും വലിച്ചെറിയത്തില്ല, അത് ആ വേസ്റ്റ് ബിന്നിൽ തന്നെ കൊണ്ടിടും. അങ്ങനെ ഈ ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ക്ലീനസ്റ്റ് വില്ലേജാണ് ഏത്, മേഘാലയയിലെ മോലിൻലോങ്. ഇത്രയാണ് വില്ലേജസിനെ പറ്റിയൊക്കെ പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് വേറെ ഒരു പോർഷൻ, അതായത് അടുത്ത ഭരണം കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ഓരോ വില്ലേജിലും. ഫസ്റ്റ് ഗ്രാമപഞ്ചായത്ത്. നമുക്കറിയാമല്ലോ, പഞ്ചായത്തൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. ഓരോരുത്തർക്കും ഓരോ സ്ഥലത്ത് ഓരോ പഞ്ചായത്തുണ്ട്. മുളക്കുഴ, ആല, അങ്ങനെ ഓരോ പഞ്ചായത്തുകളൊക്കെ ഉണ്ട്. അപ്പം എന്താണ് ഇനി വില്ലേജസിലെ പഞ്ചായത്തിൻ്റെ റോൾ. എവരി വില്ലേജ് ഇൻ ഇന്ത്യ ഹാസ് എ ഗ്രാമപഞ്ചായത്ത്. ഓരോ വില്ലേജിനും ഒരു ഗ്രാമപഞ്ചായത്തുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഗ്രാമസഭ. അതിനെ എന്തും വിളിക്കും, ഗ്രാമസഭ എന്ന് വിളിക്കും. ഓൾ മെൻ ആൻഡ് വിമൻ ഹു ആർ 18 years ആൻഡ് എബവ് ആർ ലിവിങ് ഇൻ ദാറ്റ് വില്ലേജ്. അതായത് 18 വയസ്സ് ഉള്ളവർ എന്ത് ചെയ്യുന്നുണ്ട്, 18 വയസ്സ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ളവർ, അതായത് വോട്ട് ചെയ്യുന്നത്, ആർ ലിവിങ് ഇൻ ദാറ്റ് വില്ലേജ് എലക്ട് ദ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ മെമ്പർമാരെ എന്ത് ചെയ്യും, ഇപ്പം നമുക്കൊരു എലക്ഷൻ കഴിഞ്ഞില്ലേ, നമ്മുടെ വാർഡ് മെമ്പറും അല്ലേ, ഒരു ഇലക്ഷൻ. അപ്പം 18 വയസ്സിന് മുകളിലുള്ളവരൊക്കെ വോട്ട് ചെയ്യും. അപ്പം നമ്മുടെ പഞ്ചായത്തിന് ഒരു, അല്ലെ, നമ്മുടെ പഞ്ചായത്തിൽ വരുന്ന നമ്മുടെ വില്ലേജിനൊരു മെമ്പർ കിട്ടും. ആൻ എലക്റ്റഡ് മെമ്പർ ഓഫ് എ ഗ്രാമപഞ്ചായത്ത് ഈസ് കോൾഡ് ദ പാഞ്ച്. അപ്പം അങ്ങനെ ഗ്രാമപഞ്ചായത്തിൽ ഇലക്ട് ചെയ്യുന്ന മെമ്പറിനെ എന്താ വിളിക്കുന്നത്, പാഞ്ച് എന്നാണ് വിളിക്കുന്നത്. വൺ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ പാഞ്ച് ഈസ് ചൂസൺ ആസ് ദ ഹെഡ് ആൻഡ് ഈസ് കോൾഡ് പ്രധാൻ ഓർ സാർപാഞ്ച്. അതായത് അതിൽ ഓരോ വാർഡിനും ഓരോ പാഞ്ചുണ്ട്, അതായത് എലക്ട് ചെയ്യുന്ന നമ്മുടെ വാർഡ് മെമ്പർ എന്ന് പറയും. ഇനി ഇതിനകത്തുനിന്ന് ഒരാളെ ഹെഡായിട്ട് ചൂസ് ചെയ്യും, അതാണ് പ്രധാൻ അല്ലെങ്കിൽ സാർപാഞ്ച് എന്ന് പറയും. പ്രധാൻ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ. അപ്പോൾ കുറേ വാർഡ് മെമ്പേഴ്സ് കാണും, അതിനകത്തുനിന്ന് ഒരാളെ എന്തായിട്ട് സെലക്ട് ചെയ്യും, അതിൻ്റെ പ്രസിഡൻ്റായിട്ട്. അതാണ് ഇവിടെ പ്രധാൻ അല്ലെങ്കിൽ സാർപാഞ്ച് എന്ന് പറയുന്നത്. ഇനി പിക്ചർ നോക്കിക്കേ. ഛാവി രാജ്പാത്, ദ സാർപാഞ്ച് ഓഫ് സോഡ, എ വില്ലേജ് ഇൻ രാജസ്ഥാൻ. രാജസ്ഥാനിലെ ഒരു വില്ലേജിലെ ഒരു സാർപാഞ്ചാണ്, അതായത് പഞ്ചായത്തിൻ്റെ ഒരു പ്രസിഡൻ്റാണ്. അവരുടെ പേര് ഛാവി രാജാവട്ട്, ഛാവി രാജാവട്ട് എന്ന്. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിൽ ഫങ്ഷൻസ്. ഇനി ഗ്രാമപഞ്ചായത്തിൻ്റെ ജോലികൾ എന്തൊക്കെയാണെന്ന്. റോഡ് ടാർ ചെയ്യുന്നൊരു പിക്ചറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ. ദ ഗ്രാമപഞ്ചായത്ത് വർക്ക്സ് ടു ഇംപ്രൂവ് ദ ലൈഫ്സ് ഓഫ് ദ വില്ലേജേഴ്സ് ബൈ മെയിൻറ്റെയിനിങ് ക്ലീൻലിനെസ്. അപ്പം ആൾക്കാർക്ക് സുഖമായിട്ട് ജീവിക്കാൻ, അല്ലെ അവരുടെ ലൈഫ്സൊക്കെ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എന്താണ് ക്ലീൻലിനെസ് ആയിട്ടുള്ള നിലനിർത്താൻ വേണ്ടിയിട്ട് കുറേ വർക്കൊക്കെ അവർ ചെയ്യും. ഡിഗിങ് വെൽസ് ഫോർ ഡ്രിങ്കിങ് വാട്ടർ, അതായത് കുടിവെള്ളത്തിന് വേണ്ടി അവർ കിണർ. പിന്നെ ബിൽഡിങ് ഓർ റിപ്പയറിങ് റോഡുകളൊക്കെ നിർമ്മിക്കുക, അതിൻ്റെ കേടായതൊക്കെ നന്നാക്കി എടുക്കുക. പിന്നെ ഇൻസ്റ്റാളിങ് സ്ട്രീറ്റ് ലൈറ്റ്, വഴിവിളക്കുകളൊക്കെ സ്ഥാപിക്കുക. സെറ്റിംഗ് അപ്പ് സ്കൂൾസ് ആൻഡ് ഹെൽത്ത് സെൻറ്റേഴ്സ്, പിന്നെ വില്ലേജസിലൊക്കെ ആവശ്യമുള്ള സ്കൂളുകളും ഹെൽത്ത് സെൻറ്ററും ഒക്കെ വെക്കുക. ദെൻ ഹെൽപ്പിംഗ് ഫാമേഴ്സ് ഗ്രോ ബെറ്റർ ക്രോപ്സ്, ഇനിയും ഫാമേഴ്സിന് വേണ്ട ഹെൽപ്പൊക്കെ കൊടുക്കുക, അവർക്ക് നല്ല ക്രോപ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. ടുഡേ മെനി വില്ലേജസ് ഹൗ ബിക്കം എ മോഡൽ ഓഫ് ഫോർ അതർ വില്ലേജസ്. ഇന്ന് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വില്ലേജസൊക്കെ വളരെ മോഡലായിട്ടൊക്കെ മറ്റു വില്ലേജിന് മാതൃകയായിട്ടൊക്കെ മാറാറുണ്ട്. ദിസ് ഈസ് ബിക്കോസ് ദേ ഹാവ് സിറ്റി ലൈക്ക് ഫെസിലിറ്റീസ്. ഇന്നിപ്പം വില്ലേജസിലും സിറ്റി പോലത്തെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതായത് നേരത്തെ കണ്ടീഷൻ പോലെയല്ല, ഇപ്പം വില്ലേജസും സിറ്റിക്കൊപ്പം തന്നെ എന്താണ്, ഒരുപാട് ഇംപ്രൂവ്ഡ് ആണ്. ഒരുപാട് ടെക്നോളജിയൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ ഫങ്ഷൻസ് മനസ്സിലായല്ലോ. എന്തൊക്കെയാണ്? മെയിൻറ്റെയിനിങ് ക്ലെൻലിനെസ്,
digging wells for drinking water, building or repairing roads, installing street lights, setting up schools and health centers, helping farmers grow better crops. ഇത്രയേ ഉള്ളൂ ഈ ലെസൺ. ഈസിയാണ്, വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. അപ്പം ഇന്നത്തെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് മിസ്സ് പഠിപ്പിച്ചത്. എക്സാമിനില്ല, ആരും വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് നോട്ട്സ് വരുമ്പോൾ നോക്കണ്ട. ഓക്കെ, നമുക്ക് 12th തൊട്ടേ ഉള്ളൂ ഈ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പം 9, 10, 11 സ്കിപ്പ് ചെയ്ത ലെസൺസ് ആയിരുന്നു. അതിപ്പം മിസ്സ് 3 ക്ലാസ്സിലായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് റീഡ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.